ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഗോപുരം പണിതു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 5-ാം അധ്യായം 2-ാം വാക്യം. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു, അതിൽ നല്ലവക മുന്തിരിവള്ളി നട്ടു, നടുവിൽ ഒരു ഗോപുരം പണിതു. നമുക്കായി ഒരു ഗോപുരം പണിതിട്ടുണ്ട്. അതാവാണ് കർത്താവായ യേശുക്രിസ്തു. ഗൊൽഗോത്ത മലയിലെ കാൽവറി പർവ്വതത്തിൽ നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ടവൻ. നമുക്ക് നോക്കാൻ കഴിയുന്ന ഗോപുരമായി യേശു ഉണ്ടായിരിക്കുന്നത് എത്ര ആശ്വാസകരമാണ്. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം ഏദേൻ തോട്ടത്തിന്റെ നടുവിലായിരുന്നു. ആ വൃക്ഷത്തിന്റെ ഫലത്തിൽ നിന്ന് വന്ന പാപം നീക്കാൻ ദൈവം അവരുടെ നടുവിൽ ഒരു ഗോപുരമായി. ആ ഗോപുരം പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിലാണ്. BC തമ്മിൽ ചരിത്രത്തെ വിഭജിക്കുന്ന ഗോപുരമാണത്. AD ഇസ്രായേൽ ജനതകൾക്കിടയിൽ നിൽക്കുന്ന ഗോപുരം മാംസത്തിൽ ജനിച്ചതും ആത്മാവിനാൽ ജനിച്ച ദൈവമക്കൾ. പരമ പരിശുദ്ധനായ ദൈവത്തിനും പാപിയായ മനുഷ്യനും ഇടയിൽ നിൽക്കുന്ന ഗോപുരമാണ് കർത്താവായ യേശു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള വസ്തുക്കളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗോപുരമാണ് അവൻ. ഭൂമിയിലെ ജനങ്ങൾക്ക് ഗോപുരം, മരുഭൂമിയിലെ ജനങ്ങൾക്ക് മനുഷ്യപുത്രനെ പോലെ, സ്വർഗത്തിലെ ദൂതന്മാർക്ക് ദൈവപുത്രനെ പോലെ. ജാതിയർക്കും ഇസ്രായേൽ മക്കൾക്കും ഇടയിൽ നിലകൊള്ളുകയും അവരെ ഒന്നിപ്പിക്കുകയും ചെയ്യുന്ന ഗോപുരം കൂടിയാണ് അവൻ. കാൽവറിയിലെ ഈ ക്രൂശ് നോക്കൂ. യേശു ഒരു ദാസന്റെ രൂപം സ്വീകരിച്ച് തന്നെ താഴ്ത്തി നമുക്ക് വേണ്ടി. നമ്മെ ഉയർത്താൻ അവൻ ഒരു താഴ്ന്ന രൂപമെടുത്തു. അവൻ നമ്മെ സമ്പന്നരാക്കുന്നതിനായി ഒരു ദാസന്റെ രൂപം സ്വീകരിച്ചു. തന്റെ കൃപയുടെയും മഹത്വത്തിന്റെ ഐശ്വര്യം കാണിക്കാൻ അവനൊരു ഗോപുരമായി മാറി. എന്തുകൊണ്ടാണ് അവനൊരു ഗോപുരമായത്? പിന്നെ എന്തിനാണ് അവൻ ഉയർത്തപ്പെട്ടത്? ബൈബിൾ പറയുന്നു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടണം, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനെന്ന് യോഹന്നാൻ 3-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ പറയപ്പെടുന്നു. നിങ്ങൾ പാപത്തിലും ശാപത്തിലും വേദനയിലുമാണോ? ഗോപുരമായി നിൽക്കുന്ന കാൽവറി ക്രൂശിലേക്ക് നോക്കൂ. അവിടെ നിന്ന് ഒരു നദി പോലെ ഒഴുകുന്നു പാപമോചനത്തിന്റെ രക്തം. അവിടെ നിന്ന് നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപയും വിടുതലും അനുഗ്രഹവും ലഭിക്കുന്നു. അവൻ അവിടെ ഒരു ഗോപുരമായി ഉള്ളതിനാൽ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരും പ്രവാചകന്മാരും പുരോഹിതന്മാരും പോലും അവരുടെ പ്രവചനിക കണ്ണുകളാൽ കാൽവറി ക്രൂശിലേക്ക് നോക്കി. നമുക്ക് ഗോപുരമായ അവൻ നമ്മെ സംരക്ഷിക്കാനും കാക്കാനും കാവൽക്കാരനെ നിയോഗിച്ചിരിക്കുന്നു. ആ കാവൽക്കാരനാണ് പരിശുദ്ധാത്മാവ്. ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് പരിശുദ്ധാത്മാവ് സഭയെ നിരീക്ഷിക്കുന്നു. ദൈവത്തിന്റെ മുന്തിരിത്തോട്ടത്തെ. അവൻ രാവും പകലും ഉറങ്ങുന്നില്ല. നമ്മുടെ ബലഹീനതകളിൽ നമ്മെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഗോപുരമായ ക്രിസ്തുവിനെയും ഗോപുരത്തിലെ കാവൽക്കാരനായ പരിശുദ്ധാത്മാവിനെയും നമുക്ക് നൽകിയതിന് ദൈവത്തിനെ സ്തുതിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനങ്ങൾ 121-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഉൽപ്പത്തി 23-24 അധ്യായങ്ങൾ, വൈകുന്നേരം മത്തായി 7-ാം അധ്യായം. ആമേൻ.